ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സദ്യ വിഭവമാണ് ഈ ഒരു പുളിശ്ശേരി. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് ഞാൻ ചോറൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കിട്ടുന്ന മോരുകറി ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 2 പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി എടുക്കുന്ന സമയത്ത് കൂടി പോവണ്ട, ചെറിയൊരു കഷ്ണം മാത്രം മതി. ഇനി 3 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിതിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ഒരു 3/4 ഭാഗം മാത്രമേ പഴുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് പഴുത്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ പഴം വേണം എടുക്കാനായിട്ട്. നല്ല പഴുത്ത പഴം എടുക്കരുത്. അപ്പോൾ പഴമൊക്കെ ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് കനത്തിൽ വേണം കേട്ടോ ഈ ഒരു പഴമൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. പിന്നെ ഞാൻ പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്ത കുരുവൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കുന്നതിലേക്ക് കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഇട്ട് കൊടുക്കാം. പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല. പഴം വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് വേണം വേവിച്ചിട്ടെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഈ ഒരു പഴമൊക്കെ അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ പഴം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് വേവിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടും. പഴം ചെറുതായിട്ട് പഴുത്തിട്ടുള്ള കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം നമ്മളിത് തിളപ്പിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതേ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നാലാണ് നമ്മളുടെ ഒരു പുളിശ്ശേരിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങയുടെ ആ ഒരു പച്ചമണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി കിട്ടാനാണ് ഇത് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വരട്ടെ. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പുളിശ്ശേരിയിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്താലാണ് ആ ഒരു പുളിയും മധുരവും എരിവൊക്കെ ആയിട്ടുള്ള നല്ലൊരു പുളിശ്ശേരി നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. തൈരൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ വേണം എടുക്കാനായിട്ട്. അത് വിചാരിച്ചിട്ട് ഒത്തിരി പുളിച്ച തൈരൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ നല്ല കട്ട തൈരൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ മോരൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, തൈര് തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഒത്തിരി ഇങ്ങനെ വെട്ടി തിളപ്പിക്കൊന്നും ചെയ്യരുത്. വെട്ടി തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് പിരിഞ്ഞ് പോയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതേ തൈര് ചേർത്ത് നല്ലോണം തന്നെ ഇത് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് ചൂടാറി കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കിട്ടും.
ഇനി ഇതിലേക്ക് കടുകും മുളകൊക്കെ ഒന്ന് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാകട്ടെ. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പഴം പുളിശ്ശേരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു പുളിശ്ശേരിയുടെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്